നമസ്കാരം. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതുപോലെ യഥാർത്ഥ പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിട്ടും ദിലീപിനെതിരെയുള്ള ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, പൊതു ഇടങ്ങളിൽ ഉള്ള ആക്രമണങ്ങൾ തുടരുകയാണ് എന്നതാണ് റിപ്പോർട്ട്. ഒരു ജില്ലാ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞ് വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയല്ല, അയാൾ പ്രതിയല്ല, അയാൾ കുറ്റാരോപിതനല്ല. പിന്നീട് മേൽക്കോടതിയിലേക്ക് സംഭവങ്ങൾ പോകുന്നതൊക്കെ അടുത്ത ഘട്ടമാണ്. അപ്പം ദിലീപിനെ കുറ്റക്കാരനാക്കി മാറ്റാനുള്ള ചില മാധ്യമങ്ങളുടെ, ചില സമൂഹ മാധ്യമ പേജുകളുടെ, ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ശ്രമം നമ്മൾ കുറെ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുമാകട്ടെ, നിങ്ങളുടെ കാര്യം ചെയ്തുകൊള്ളൂ. എന്തായാലും പരമോന്നത നീതിപീഠത്തിന്റെ, സുപ്രീം കോടതിയുടെ അടക്കമുള്ള വിധിന്യായങ്ങളും അതിന്റെ വിശദാംശങ്ങളും അതുപോലെ നിയമ സംഹിതകളും ഒക്കെ തന്നെ പരിശോധിച്ച് തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിധി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, അതായത് ജില്ലാ ജഡ്ജി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ വഴിയിൽ കൂടെ പോയ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് വിധി പുറപ്പെടുവിക്കുന്ന ഒരു നിയമ സംവിധാനമല്ല നമ്മുടേത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം എന്ന് ആദ്യമേ നമ്മൾ തുടക്കം പോലെ പറയുന്നു, ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണ്. ഏറ്റവും രസകരമായ കാര്യം, തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിയാണ്, ദിലീപിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലണം എന്ന് പ്രസംഗിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കുട്ടി പേരും വിവരങ്ങളും സ്കൂളിന്റെ പേരും ഒക്കെ നമുക്കറിയാം, പക്ഷെ പറയുന്നില്ല. കൊച്ചുകുട്ടി ആയതുകൊണ്ട് അതിന്റെ ഭാവിയോർത്ത് പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ വരെ ഒരുതരം വിഷം കുത്തിവെച്ച് ദിലീപ് എന്ന വ്യക്തിക്കെതിരെ തിരിയുന്നതാണോ നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളൊക്കെ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്, അവൾക്കൊപ്പം തന്നെയാണ്. വേടൻ ബലാത്സംഗം ചെയ്ത ആ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ്. ഇവിടെ പീഡനം അനുഭവിച്ച ബുദ്ധിമുട്ട്, മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് അനുഭവിച്ച സ്ത്രീകൾക്ക് ഒപ്പം തന്നെ, യുവതികൾക്കൊപ്പം തന്നെയാണ് കേരളത്തിന്റെ പൊതുമനസ്സ്. അതിനിടയിലൂടെയാണ് ആൾക്കൂട്ട വിചാരണ നടത്തി ദിലീപിനെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലണം, കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് ഒരു സ്കൂളിലെ പെൺകുട്ടി പ്രസംഗിക്കുന്നത്, പറയുന്നത്. ഇത് ശരിയത്ത് നിയമം നടപ്പിലാക്കുന്ന രാജ്യമല്ലല്ലോ. ഇവിടെ ജനാധിപത്യമാണ്. ഇവിടെ നീതിന്യായ കോടതികളുടെ വിധിയുണ്ട്. ഈ നീതിന്യായ കോടതികളുടെ വിധിയെ അപഹസിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ടല്ലേ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിക്ക് ഒപ്പം നിൽക്കുന്നവരും, ഇത് പറഞ്ഞ് തിരുത്തേണ്ട മുതിർന്നവരും ഒക്കെ തന്നെ ഈ ദിലീപിനെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലണം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വാദത്തിന് ഒപ്പം നിൽക്കുന്നത്? ആ കുട്ടിയെ പറഞ്ഞ് തിരുത്തുകയല്ലേ വേണ്ടത്? ആ കുട്ടിക്ക് അറിവില്ലായിരിക്കാം. ഇത് ശരീഅത്ത് നിയമം അല്ല. ഇവിടെ ആളുകളെ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്ന പരിപാടിയൊന്നുമില്ല. ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. അത് ചിലപ്പോൾ CPM-കാർക്ക് കാണുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഒരു നീതിന്യായ സംവിധാനത്തെ കൊച്ചുകുട്ടികളെ കൊണ്ട് പോലും വെല്ലുവിളിപ്പിക്കുന്ന അത്രയും വിഷം ആ കുഞ്ഞിന്റെ മനസ്സിൽ കുത്തിവെച്ചത് ആരാണ്? അതിനുവേണ്ടി കളിക്കുന്നതാരാണ്? നമ്മൾ മതങ്ങളെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല, കുറ്റം പറയുന്നില്ല ഒരു മതത്തെയും. പക്ഷേ ഇത്തരത്തിൽ ഈ ശരീഅത്ത് നിയമപ്രകാരം നടപ്പിലാക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഒക്കെ ഈ കുട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നടൻ ദിലീപിനെതിരെ നടപ്പിലാക്കണം എന്ന് ഘോരഘോരം വാദിക്കാൻ ഈ കുട്ടിയുടെ മനസ്സിൽ ആരാണ് തീ കോരിയിട്ടത്? അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കുന്നതിന് പകരം, ഇവിടെ നീതിന്യായ കോടതികളുടെ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ആ കുട്ടിയെ ഇത്തരത്തിൽ പ്രകോപിതയായി സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് ആരാണ്? ദിലീപിനെ ആൾക്കൂട്ട വിചാരണ നടത്തി തീ വെച്ച് കത്തിച്ച് കൊല്ലണമത്രേ. ചെറിയ പെൺകുട്ടിയാണ് പറയുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ പെൺകുട്ടിയാണ്. നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് വളരെ നന്നാകുന്നുണ്ട്. നീതിന്യായ സംവിധാനങ്ങളെയൊക്കെ വരുന്ന തലമുറയ്ക്ക് ബഹുമാനം പൂർവ്വം അവർ നോക്കി കാണേണ്ടതിന് പകരം ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കാതെ എന്തായാലും പറയില്ല. ആ പ്രായത്തിലുള്ള പെൺകുട്ടി എന്തായാലും ഒരു 10, 12, 13 വയസ്സേ കാണും. തന്നെ ആലോചിച്ച് ചിന്തിച്ച് ഇതൊന്നും വിളിച്ചു പറയും എന്ന് തോന്നില്ല. നമ്മളൊക്കെ അവൾക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്. നമ്മളൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊപ്പമാണ്. സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും ഒപ്പമാണ്. അതിന് ആൾക്കൂട്ട വിചാരണയല്ല ശിക്ഷ.